സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയും കേരള മ്യൂറൽ പെയിന്റിംഗ് അസോസിയേഷനും ചേർന്ന് ഫെവിഗിൽ എന്ന കമ്പനിയുടെ സഹകരണത്തോടെ സ്കൂൾ, കോളേജ്, അഗതി മന്ദിരങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നൈപുണ്യ വികസന ക്ലാസുകൾ സംഘടിപ്പിക്കും. നൈപുണ്യ വികസന വർഷം 2026 എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണിത്. ഫാബ്രിക് പെയിന്റിംഗ്, പോസ്റ്റ് പെയിന്റിംഗ്, വെജിറ്റബിൾ പെയിന്റിംഗ് എന്നിവയാണ് സംഘടിപ്പിക്കുക. ഫെബ്രുവരി 20 മുതൽ 3 ദിവസങ്ങളിലായി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ഫാബ്രിക് പെയിന്റിംഗ് ശില്പശാലയോടെ ക്ലാസിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സേവന സൊസൈറ്റിയും അതേപോലെ തന്നെ കേരള മ്യൂറൽ പെയിന്റിംഗ് അസോസിയേഷനും ചേർന്ന് സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്താകമാനമുള്ള സ്കൂളുകളിൽ നൈപുണ്യ വികസന വർഷം എന്ന പേരിൽ ഒരു നൈപുണ്യം വികസിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതികൾ നൈപുണ്യ വികസന വർഷം 2026 എന്ന് പേരിട്ട് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മാധ്യമപ്രവർത്തകരിലൂടെ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ തന്നെ ക്ലബ്ബുകൾ, കുടുംബശ്രീകൾ, സംസ്ഥാനത്താകമാനമുള്ള കോളേജുകൾ, അതേപോലെ തന്നെ സ്കൂളുകൾ എല്ലാം കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നൈപുണ്യ വർഷം നടത്തുന്നത്. അത് ഫെവിക്രിൽ എന്ന കമ്പനി, നമ്മളെ ഫെവിക്കോളിൻ്റെ ഒരു കമ്പനിയായിട്ട് സഹകരിച്ചിട്ടാണ്. അവരെ സ്കൂൾ ടീച്ചേഴ്സും അവരെ ആളുകളിവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. അതേപോലെ തന്നെ ഫെബ്രുവരി മാസം 20, 21, 22 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ ഒരു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഞങ്ങൾ പൊതുജനങ്ങൾക്കായി ഇതേ രീതിയിൽ തന്നെ ഈ വർഷത്തിന് ഇത് പ്രമാണിച്ച് തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസ് ഇനത്തിലാണ്. ഒരു 1000 രൂപ മാത്രമേ അതിന് 3 ദിവസത്തേക്ക് ഫീസുള്ളൂ. ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ കൊടുക്കേണ്ടത് സേവന സൊസൈറ്റിയിൽ, അതും ഫെവിക്രിൽ എന്ന കമ്പനിയായി സഹകരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കലാകാരന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന സൊസൈറ്റി എന്ന നിലയിൽ ഈ പാട്ടുപാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ആഴ്ചക്ക് 3 ദിവസം സേവന സൊസൈറ്റിയുടെ ഓഫീസിൽ ഞങ്ങൾ പാട്ടിൻ്റെ ക്ലാസ് നടത്തുന്നത്. അത് തികച്ചും സൗജന്യമായിട്ടാണ്. പ്രാദേശിക കലാകാരന്മാരെ വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രഥമമായ ലക്ഷ്യവും ഉദ്ദേശവും. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ കലാകാരന്മാരുടെ ഇടയിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളം ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന കേരള മ്യൂറൽ പെയിന്റിംഗ് അസോസിയേഷൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പേ 5 ദിവസത്തെ ഒരു ക്യാമ്പ് മഹാത്മാ മന്ദിരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ പത്രമാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ കലാകാരന്മാർക്ക് വെറും കല കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഈ മഹാത്മാ മന്ദിരത്തിൽ തന്നെ 20, 21, 22 തീയതികളിൽ തികച്ചും സൗജന്യമായി ഒരു സ്റ്റാള് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ, ചില മ്യൂറൽ പെയിന്റിങ്ങുകൾ ഉണ്ടാവും, പെയിന്റിങ്ങുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിപാടികളുണ്ടാവും. അതും അവർക്ക് സൗജന്യമായി നൽകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9730304067 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ സി ധീരജ്, സി കെ രൂപേശൻ, ബീന സജിത്, കാർത്തിക് നായർ, ദീപക് സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.